الحمد لله رب العالمين والعاقبة للمتقين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد. പ്രിയ സഹോദരങ്ങളെ സഹോദരിമാരെ, അൽഹംദുലില്ലാഹ്, അള്ളാഹുവിൻ്റെ അതിമഹത്തായ അനുഗ്രഹത്താൽ പുണ്യങ്ങളുടെ പൂക്കാലമായ വിശുദ്ധമായ റമളാനിലേക്ക് നാം പ്രവേശിച്ചിരിക്കുകയാണ്. അൽഹംദുലില്ലാഹ്. റമളാൻ ഷരീഫിനെ വേണ്ട വിധത്തിൽ ആദരിക്കുന്ന, ബഹുമാനിക്കുന്ന നല്ല മുഅ്മിനീങ്ങളായ അടിമകളിൽ അള്ളാഹു എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തി തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നമ്മൾ സാധാരണ റമളാനിന്റെ ഓരോ പ്രാർത്ഥനകളിലും ആവർത്തിച്ച് റബ്ബിനോട് പറയുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുക്കൽ ജന്നത വഅഊദു ബിക മിനന്നാർ എന്നുള്ളത്. ഇതിന്റെ പിന്നിൽ വലിയ ഒരു രഹസ്യമുണ്ട്, വലിയ പ്രാധാന്യമർഹിക്കുന്ന പ്രാർത്ഥനയാണത്. ആദ്യം പറഞ്ഞ രണ്ട് കലിമത്തുകൾ അള്ളാഹുവിന് വളരെയധികം ഇഷ്ടമുള്ള രണ്ട് കലിമത്തുകളാണ്. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, ആരാധനയ്ക്കർഹൻ അള്ളാഹു അല്ലാതെ മറ്റാരുമില്ല എന്നുള്ള ആ സാക്ഷിത്വം, ഏറ്റുപറയൽ, അത് അള്ളാഹുവിന് വലിയ ഇഷ്ടമാണ്. ബാങ്കിൽ ഷഹാദത്തിന്റെ ലഫ്ള് വന്നിട്ടുണ്ട്. ഒരാൾ ഇസ്ലാമിലേക്ക് കടന്നു വരുമ്പോൾ ആദ്യമായി ചൊല്ലേണ്ടത്, അവന്റെ ഇസ്ലാം പൂർണ്ണമാകണമെങ്കിൽ അവൻ ചൊല്ലേണ്ടതും അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഅഷ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ് എന്ന ഷഹാദത്തിന്റെ വചനങ്ങളാണ്. അപ്പൊ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ഒരു അടിമയുടെ നാവിൽ നിന്ന് കേൾക്കുന്നത് അള്ളാഹുവിന് വലിയ ഇഷ്ടമാണ്. രണ്ടാമത്തേത് അസ്തഗ്ഫിറുല്ലാഹ് എന്ന ഇസ്തിഗ്ഫാറിന്റെ വചനമാണ്. ഇതും അള്ളാഹുവിന് വളരെയധികം ഇഷ്ടമുള്ള കാര്യമാണ്. ഏതെങ്കിലും ഒരു അടിമ തന്റെ രക്ഷിതാവായ അള്ളാഹുവിനോട് അസ്തഗ്ഫിറുല്ലാഹൽ അലീം, പടച്ചവനെ എൻ്റെ പാപങ്ങൾ നീ പുറത്തു തരണേ എന്ന് ആവർത്തിച്ചു പറയുന്നത് കേൾക്കാൻ അള്ളാഹുവിന് വലിയ ഇഷ്ടമാണ്. അപ്പോ ആദ്യം പറഞ്ഞ രണ്ട് കലിമത്തുകൾ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അസ്തഗ്ഫിറുല്ലാഹ് എന്ന രണ്ട് കലിമത്തുകൾ അള്ളാഹുവിന് വളരെ അധികം ഇഷ്ടമുള്ള രണ്ട് വചനങ്ങളാണ്. ഇനി അതിന്റെ ശേഷമുള്ള രണ്ട് കലിമത്തുകൾ അസ്അലുക്കൽ ജന്നത വഅഊദു ബിക മിനന്നാർ, ഈ രണ്ട് കലിമത്തുകളെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, ഒരു മുഅ്മിനായ അടിമയെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും ഒഴിവാക്കാൻ കഴിയാത്ത രണ്ട് കാര്യങ്ങൾ. കാരണം നിരന്തരമായി സ്വർഗത്തിന് റബ്ബിനോട് ചോദിക്കുകയും കത്തിയാളുന്ന നരകത്തിൽ നിന്നുള്ള മോചനത്തെ റബ്ബിനോട് തേടുകയും ചെയ്യുന്ന രണ്ട് കലിമത്താണ് അസ്അലുക്കൽ ജന്നത വഅഊദു ബിക മിനന്നാർ. അപ്പോൾ അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട രണ്ട് കലിമത്തുകളും ഒരു മുസ്ലിമായ അടിമയ്ക്ക് ഒരിക്കലും ഒഴിവാക്കാൻ കഴിയാത്ത തരത്തിലുള്ള രണ്ട് കലിമത്തുകളെയും ചേർത്തിണക്കിക്കൊണ്ടാണ് റമളാനിന്റെ രാപകലുകളിലുള്ള എല്ലാ പ്രാർത്ഥനകളിലും നാം അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുക്കൽ ജന്നത വഅഊദു ബിക മിനന്നാർ എന്ന് പറയുന്നത്. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹുവേ ആരാധനയ്ക്ക് അർഹൻ നീയല്ലാതെ വേറെ ആരുമില്ലെന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു, ഞാൻ സാക്ഷ്യപ്പെടുത്തുന്നു. അസ്തഗ്ഫിറുല്ലാഹ്, നിന്നോട് ഞാൻ പാപമോചനത്തെ തേടുന്നു. അസ്അലുക്കൽ ജന്ന, നിന്നോട് സ്വർഗത്തിനെ തേടുകയും വഅഊദു ബിക മിനന്നാർ, നരകത്തിൽ നിന്ന് ഞാൻ കാവൽ തേടുകയും ചെയ്യുന്നു എന്ന വളരെ അർത്ഥപൂർണമായ ഈ പ്രാർത്ഥന ഈ റമളാനിന്റെ ഒന്നാമത്തെ രാത്രി അല്ലെങ്കിൽ പകല് മുതൽ അവസാനം വരെയും നമ്മുടെ നിരന്തരമായ ഓരോ പ്രാർത്ഥനകളിലും നാം ഉൾപ്പെടുത്തണം. അള്ളാഹു റബ്ബുൽ ഇസ്സത്തായ തമ്പുരാൻ അവന്റെ ജന്നാത്തുൽ ഫിർദൗസ് എന്ന ഉന്നതമായ സ്വർഗം നൽകി നമ്മളെ സഹായിക്കട്ടെ. നമ്മുടെ പാപങ്ങളൊക്കെ അള്ളാഹു പുറത്ത് അവന്റെ നല്ല അടിമകളോടൊപ്പം സ്വർഗത്തിൽ പ്രവേശിക്കുന്ന റയ്യാൻ എന്ന നോമ്പുകാർ പ്രവേശിക്കുന്ന കവാടത്തിലൂടെ സ്വർഗത്തിലെത്തുന്ന അടിമകളിൽ അള്ളാഹു നമ്മൾ ഉൾപ്പെടുത്തി തരട്ടെ. പ്രാർത്ഥന നിത്യമാക്കുക. അള്ളാഹു തുണയ്ക്കട്ടെ. وآخر دعوانا أن الحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.